അമ്മേ നാരായണ. ഇന്നീ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു നിമിത്തമായിരിക്കാം. മനസ്സ് നിറയെ വിഷമങ്ങളായി ആരോടും ഒന്നും പറയാനാകാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും നമ്മളെ തനിച്ചാക്കിയെന്ന് തോന്നിയിട്ടുണ്ടോ? ആരൊക്കെ തനിച്ചാക്കിയാലും കൈവിടാത്ത ഒരു ശക്തിയുണ്ട്. ആ ദേവി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും കൂടെ ദൈവമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. മണലിൽ 2 ജോഡി കാൽപ്പാടുകൾ അവർ കണ്ടു. ഒന്ന് അവരുടേത്, മറ്റേത് ദേവിയുടെയും. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ മണലിൽ 1 ജോഡി കാൽപ്പാടുകൾ മാത്രമേയുള്ളൂ. അവർ ദേവിയോട് പരാതിപ്പെട്ടു. എൻ്റെ കഷ്ടകാലത്ത് അങ്ങ് എന്നെ തനിച്ചാക്കിയല്ലേ? അപ്പോൾ ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നീ കണ്ട ആ 1 ജോഡി കാൽപ്പാടുകൾ നിന്റേതല്ല. അത് നിന്നെ ഞാൻ തോളിലേറ്റി നടന്നപ്പോൾ ഉണ്ടായ എൻ്റേതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. ചിലപ്പോൾ പരീക്ഷകളിൽ തോൽക്കുമ്പോൾ, ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ തന്നെ നമ്മളെ മനസ്സിലാകാതെ പോകുമ്പോൾ നമ്മൾ തകർന്നു പോകും. പക്ഷേ ഓർക്കുക, ദേവി നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷകൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വജ്രം പോലെ തിളക്കമുള്ളവരാക്കി മാറ്റാനാണ്. നിങ്ങൾ തനിച്ചെന്ന് തോന്നുമ്പോൾ ഒന്ന് കണ്ണടച്ച് ആ അമ്മയെ വിളിക്കൂ. ഇപ്പോൾ ഈ നിമിഷം ദേവിയുടെ സാന്നിധ്യം അറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് സമാധാനമായി ഇരിക്കുക. പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ആഴത്തിലൊരു ശ്വാസമെടുക്കൂ. പതുക്കെ അത് പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ അമ്മ പുഞ്ചിരിച്ചു നിൽക്കുന്നത് ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. അമ്മയുടെ കൈകൾ നിങ്ങളുടെ തലയിൽ പതുക്കെ തലോടുന്നു. പേടിക്കേണ്ട മകളെ, ഞാനുണ്ട് കൂടെ എന്ന് അമ്മ മന്ത്രിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കൂ. ആ സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞു പോകുന്നത് അനുഭവിക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ചൈതന്യം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ പതുക്കെ കണ്ണു തുറക്കാം. സമാധാനമായി ഇരിക്കുക. നിങ്ങളുടെ ഓരോ തുള്ളിക്കണ്ണീരും ആ അമ്മ കാണുന്നുണ്ട്. വിധി എഴുതുന്നത് ദൈവമാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് മോശമാകില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിലും നല്ലതെന്തോ കാത്തുവച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളെ വഴി നടത്തുന്ന ആ അമ്മയിൽ വിശ്വസിക്കൂ. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് സമാധാനം പകർന്നതിൽ സന്തോഷം. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. അമ്മേ നാരായണ എന്ന് കമൻറ്റിൽ എഴുതുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക.